ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത്, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഒരു പേഴ്സണ് നിങ്ങളുടെ എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടോ, ജെനുവിൻ ആണോ, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ശരിക്കും എന്തെങ്കിലും ഇഷ്ടമുണ്ടോ, റിലേഷൻഷിപ്പിൽ നിൽക്കുന്നതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും എന്തെങ്കിലും ഡൗട്ടായിട്ടുള്ളതാണെങ്കിലും എല്ലാവർക്കും കൂടി ഉള്ളതാണ്. അപ്പോൾ എന്താണ് ശരിക്കും ആ പേഴ്സൺ ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതുപോലെ തന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അല്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നോക്കാം. ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ എടുക്കുന്ന റീഡിങ്സിൽ കാണുന്ന ഒരു കാര്യമാണ്, കുറച്ച് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് ഈ ഇടയ്ക്ക് വരുന്ന ജനറൽ റീഡിങ്ങിൽ ടോട്ടലായിട്ട് ഒരു ലേഡിയുടെ സാന്നിധ്യം അല്ലെങ്കിൽ ഒരു മദർ ഫിഗർ ലൈക്ക് ദാറ്റ് ഭയങ്കരമായിട്ട് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് ഇന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ ഇന്നത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഒരു പേഴ്സൺ ഫസ്റ്റ് ഓഫ് ഓൾ, ഓക്കെ, നിങ്ങളുടെ ഒരു പേഴ്സണൽ ഫീലിങ്സിലേക്ക് വരാം. ഓക്കെ, നിങ്ങളുടെ ഒരു പേഴ്സണൽ ഫീലിങ്സിനെ സംബന്ധിച്ച് എന്തൊക്കെ കാരണം കൊണ്ട് നിങ്ങളിൽ തന്നെ പോയതാണ്. മേ ബി ഒരു തേർഡ് പാർട്ടി, ഒരു ലേഡി, കൂടുതൽ ഞാൻ ലേഡിയുടെ സാന്നിധ്യമാണ് കാണുന്നത്, അല്ലെങ്കിൽ ഒരു മദർ ഫിഗർ അല്ലെങ്കിൽ തേർഡ് പാർട്ടി ലേഡി, അങ്ങനത്തെ ഒരു ഇതായിരിക്കും. അവരടുത്തോട്ട് പോയതാണ്, എന്തോ സുഖ സൗകര്യം അങ്ങനെ എന്തൊക്കെയായിട്ട് പോയെങ്കിൽ പോലും, പോകുന്ന സമയത്ത് പോലും എന്തോ കൊണ്ട് പോകേണ്ടി വന്നു. അവർക്ക് പോകാൻ പറ്റിയ സിറ്റുവേഷൻ ആയിപ്പോയി, മനസ്സും അങ്ങായിപ്പോയി. എന്നാൽ നിങ്ങളത് ചെയ്യുന്നത് തെറ്റാണെന്നുള്ള ഒരു റിഗ്രറ്റ് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല, അവരങ്ങ് പോയതായിരുന്നു. ഓക്കെ, ഇപ്പോഴും അവരെ സംബന്ധിച്ച് അവരുടെ മനസ്സിലൊരു ഫീലിംഗ് എന്ന് പറയുന്നത്, അവരൊരു ദിവസം ഭയങ്കര ബ്രൈറ്റ് ആയിരിക്കും, ഒരു ദിവസം ഭയങ്കര തെളിഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ട് സംസാരിക്കും, എന്തൊക്കെയോ എല്ലാം മറന്ന് അല്ലെങ്കിൽ മറക്കാൻ ശ്രമിച്ച് സംസാരിക്കും. പക്ഷെ ഒരു ദിവസം ഒന്നും മിണ്ടാതെ ഭയങ്കര മൂടിയായിട്ട്, ഒരു നിങ്ങളടുത്ത് ഉണ്ടായിരുന്ന സമയത്തുള്ള പ്രസരിപ്പ്, ആ ഒരു സന്തോഷമൊന്നും ഇപ്പോൾ ആ ഒരു പേഴ്സൺ ഇല്ല. ആ ഒരു പേഴ്സൺ ഡേ ബൈ ഡേ കുറച്ച് റിയലൈസ് ചെയ്ത് വരുന്നതേ ഉള്ളൂ, നിങ്ങളടുത്തില്ലാത്തത് കൊണ്ടാണ് അവർക്ക് ഒരു മൂഡ് ഓഫ് വല്ലപ്പോഴും ഒക്കെ വന്ന് തുടങ്ങുന്നതെന്ന്. അത് ടോട്ടലി അവർ മനസ്സിലാക്കി തുടങ്ങിയിട്ടുമില്ല. ഓക്കെ, ആ ഒരു പേഴ്സൺ ഇപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു എന്താണ് ഒരു തേർഡ് പാർട്ടി പറയുന്നത്, ആ ഒരു ഇതിൽ തന്നെയാണ് പോകുന്നത് എങ്കിൽ പോലും ആ ഒരു പേഴ്സണിന് പോയ ഒരു സന്തോഷം ഇപ്പോൾ കിട്ടുന്നില്ല, അവരടുത്തൊന്നും ഒരു ഹാപ്പിനെസ് കിട്ടുന്നില്ല. കണ്ണെല്ലാം മൂടിക്കെട്ടി ഒന്നും അറിയത്തില്ല, ശരിക്കും സത്യം എന്താണെന്ന് അറിയാത്ത ഒരു അവസ്ഥയിൽ ഒരു മരപ്പാവ് പോലെ ഒരാളുടെ ഒരു ലൈക്ക് ഒരാൾ നിയന്ത്രിക്കുന്ന ഒരു പാവ കണക്കാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് അവിടെ ഒരു സന്തോഷം കിട്ടുന്നില്ല. ഇതിലിപ്പോൾ ഒരു ലേഡി അങ്ങനെയല്ല, ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു ഇതാണ് കാണുന്നത് ഈ ഒരു പേഴ്സണിനെ അവരിലേക്ക് എത്തിക്കാനായിട്ട്. ഓക്കെ, ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ മേ ബി ഹാൻഡ്സം ആയിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് ഇപ്പോൾ ഒന്നിൽ സംസാരം വൈസ് ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ജോലി, റിച്ച്, അങ്ങനെ എന്തെങ്കിലും ഒരു ഫാക്ടർ നിങ്ങളുടെ ഒരു പേഴ്സൺ ഉള്ളതുപോലെ തോന്നുന്നുണ്ട്. ആർക്കായാലും ഇതുപോലെ ഒരാളെ വേണം, ഒരു ലൈഫിലേക്ക് ഒരു പാർട്ട്ണർ വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഇതാണ് കാണുന്നത്. നിങ്ങളെ സംബന്ധിച്ച് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾ കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് പോലെ തന്നെ അവിടെ നിൽക്കുന്ന ഒരു തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണെ കല്യാണം കഴിക്കണം എന്ന ആഗ്രഹമുണ്ട്. പക്ഷെ ഇപ്പോൾ നിലവിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പേഴ്സൺ നിങ്ങളടുത്തേക്ക് പൂർണ്ണമായിട്ട് വരണം എന്നില്ല. എന്നാൽ തേർഡ് പാർട്ടി ആദ്യം അവർ ആഗ്രഹിച്ചിരുന്നു കല്യാണം കഴിക്കണം എന്ന്, ഇപ്പോൾ തേർഡ് പാർട്ടി കല്യാണം കഴിക്കണം എന്ന് അവർക്ക് ആഗ്രഹമില്ല. കാരണം അവർക്ക് ഈ കണ്ണ് മൂടിക്കെട്ട അവസ്ഥയുണ്ട്. അവർക്ക് ഇപ്പോഴും ഞാൻ പോയ ഒരു വഴി, അല്ലെങ്കിൽ ഞാൻ തിരിച്ചു പോയൊരു വഴി ശരിയാണോ, ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നുള്ള റിയലൈസേഷൻ അവർക്ക് തുടങ്ങിയുള്ളൂ, ലൈക്ക് കിട്ടി തുടങ്ങിയിട്ടുള്ളൂ. അങ്ങനെ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇവരെ സംബന്ധിച്ച് ആ ഒരു തേർഡ് പാർട്ടിയുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു മദർ ഫിഗർ എന്ത് തന്നെ ആയാലും, അതും ഈ പറഞ്ഞതുപോലെ എന്തു പറയാന്, അവരാഗ്രഹിച്ച പോലത്തെ ഒരു സുഖവും സന്തോഷമൊന്നും അവർക്ക് ആദ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഒരുപാട് നാളൊന്നും നീണ്ടു നിന്നിട്ടുണ്ടായിരുന്നില്ല. അതാണ് ഒരു കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരുപാട് താമസിക്കാതെ തന്നെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും എന്ന് ഞാൻ കാണിക്കുന്നുണ്ട്. റിലേഷൻഷിപ്പായാലും വീട്ടിലെ കാര്യമാണെങ്കിലും. കാരണം നിങ്ങളുടെ പേഴ്സൺ, നിങ്ങളെപ്പറ്റി ആലോചിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ കാര്യത്തിൽ ഉടനെ തന്നെ ഒരു തീരുമാനം എടുക്കുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. അത് നിങ്ങൾക്ക് ജെനുവിൻ ആയിട്ടുള്ളതാണെന്ന് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, എങ്ങനെ പോലെ അറൗണ്ട് ഒരു 2 to 3 months അകത്ത് തന്നെ ഈ ഒരു പേഴ്സൺ നല്ലതാണെങ്കിലും അല്ലെങ്കിലും നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഉറപ്പായിട്ട് നിങ്ങളുമായിട്ട് ഒരു 3 months അകത്ത് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും എന്ന് ഞാൻ കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് നല്ലതിനായിരിക്കാം, അല്ലെങ്കിൽ ആ പേഴ്സൺ എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടതായിരിക്കാം. ഓക്കെ, പക്ഷെ ആ ഒരു പേഴ്സൺ എന്ത് ഡിസിഷൻ എടുത്താലും, എന്ത് ഡിസിഷൻ എടുത്താലും അത് നിങ്ങളുടെ നല്ലതിന് വേണ്ടി മാത്രമേ എടുക്കത്തുള്ളൂ. ഓക്കെ, നിങ്ങളുടെ ലൈഫിലേക്ക് ആ പേഴ്സൺ തിരിച്ചു വരുന്നെങ്കിൽ ജെനുവിൻ ആയിട്ടായിരിക്കും, നിങ്ങളെ വേണം എന്നുള്ള ആഗ്രഹത്തിലായിരിക്കാം. അല്ലെങ്കിൽ തിരിച്ച് വന്നില്ലെങ്കിൽ പോലും നിങ്ങളെ വിഷമിപ്പിക്കേണ്ട, ഞാൻ അതിന് ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരാളല്ല എന്നുള്ള രീതിയിൽ വന്നിട്ട് നിങ്ങളുടെ അടുത്ത് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഒരു 3 months അകത്ത് ഒരു ബെറ്റർ കമ്മ്യൂണിക്കേഷൻ അവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് തന്നെ ഇപ്പോൾ ഉള്ള തേർഡ് പാർട്ടി ആയിട്ടുള്ള എല്ലാ റിലേഷനും അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടില്ല, പൂർണ്ണമായിട്ടും എല്ലാം കളഞ്ഞിട്ട് ലൈഫിൽ നിന്നെല്ലാം തുടച്ച് മാറ്റിയിട്ട് മാത്രമേ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുള്ളൂ. അഥവാ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് ആ ഒരു പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നില്ല പോയാൽ പോലും ആ ഒരു പേഴ്സൺ ലൈഫിൽ ഉടനെ ഒരു റിലേഷൻഷിപ്പ് കാണത്തില്ല. കാരണം അവർക്ക്
ഒരു 3 മന്ത്സിൻ്റെ അകത്ത് നിങ്ങളുടെ വാല്യൂ അവർ മനസ്സിലാക്കാൻ പോകുന്നുണ്ട്. നിങ്ങളൊരു വെർത്ത് എങ്ങനെയാണ്, നിങ്ങളെന്ന് പറയുന്ന പേഴ്സൺ എങ്ങനെയായിരുന്നു അവരെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നത്, ഇതുപോലൊരാളെ എനിക്ക് വേറെ കിട്ടത്തില്ലല്ലോ എന്ന് അവർ മനസ്സുകൊണ്ട് ഇപ്പോൾ അറിയാൻ പോവുകയാണ്. ഓക്കെ, അങ്ങനെ ഞാൻ കാണുന്നുണ്ട്. അതുപോലെ തന്നെ പക്ഷെ ഇപ്പോൾ അവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പയറ്റി നിൽക്കാനോ അങ്ങനെയുള്ള ഒരു ഇതൊന്നും അവരിൽ ഇപ്പോൾ കാണുന്നില്ല. കാരണം അവർക്ക് മൊത്തത്തിൽ എല്ലാവരും മടുത്ത് അങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഇതാണ്. തേർഡ് പാർട്ടിയോട് പ്രത്യേകിച്ച് സ്നേഹമില്ല, നിങ്ങളടുത്തും ആ ഒരു ഇതില്ല. എന്നാൽ നിങ്ങളടുത്ത് വലിയ കാര്യമായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുമായിട്ട് വിട്ടുപോയ സമയത്ത് പ്രത്യേകിച്ച് സ്നേഹമില്ല, ഒന്നുമില്ല, എങ്ങനെയെങ്കിലും അങ്ങോട്ട് പോയാൽ മതി എന്നായി. പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ സ്നേഹം ഒരു മനസ്സുകൊണ്ടുള്ള സ്നേഹം, അതായത് ചെറിയൊരു അറ്റാച്ച്മെൻറ്റ്, നമ്മുടെ പറയത്തില്ല എനിക്കതിനകത്ത് വലിയ കാര്യമാണ്, ആ ഒരു ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ മൈൻഡിലേക്ക് വന്നിട്ടുണ്ട്. അതിൽ നന്നായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണൽ ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ വരാൻ പോകുന്ന ഒരു ടൈമാണ്. അതുകൊണ്ടാണ് അയാളുടെ ലൈഫിൽ ഇങ്ങനെ ഒരു ഡെസ്റ്റിനി, ലൈക്ക് ഒരു ഡെസ്റ്റിനി ആയിരുന്നു ആ ഒരു തേർഡ് പാർട്ടി, അല്ലെങ്കിൽ എന്ത് കാര്യം തന്നെ അയാളുടെ ലൈഫിൽ നടന്നാൽ ഒരു ഡെസ്റ്റിനി ആയിരുന്നു, അങ്ങനെയൊക്കെ നടക്കണം എന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ കല്യാണം കഴിക്കുന്ന ഒരു കാര്യത്തെപ്പറ്റി അയാൾ നിലവിൽ ചിന്തിക്കുന്നില്ല, പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ കുറച്ചുപേര് വീട് കാണുന്ന കുറച്ചുപേര് ആഗ്രഹിക്കുന്നുണ്ട്, ചിന്തിക്കുന്ന മീൻസ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിലുപരിയായിട്ട് തേർഡ് പാർട്ടി, ഓക്കെ, തേർഡ് പാർട്ടി നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ പേഴ്സണെ വേണം എന്ന്, അവരുടെ കീഴിൽ തന്നെ ആക്കണം, ഇത് പേഴ്സണെ വേണം, എനിക്ക് എന്തൊക്കെ വന്നാൽ ഈ പേഴ്സൺ ഇല്ലാതെ പറ്റത്തില്ല എന്ന് ഈ ഒരു തേർഡ് പാർട്ടി ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ഈ തേർഡ് പാർട്ടി കല്യാണം കഴിച്ചാൽ അവരുടെ ലൈഫ് ഒരുപാടൊന്നും നീണ്ടു നിൽക്കത്തില്ല, ഒരുപാട് പോകത്തുമില്ല. ചിലപ്പോൾ ഇത് കാണുന്ന കുറച്ചുപേർ ആഗ്രഹിക്കും, കുഴപ്പമില്ല, ഞാൻ അവനെ അത്രയും സ്നേഹിച്ചേയില്ലേ, കെട്ടി സുഖമായിട്ട് ജീവിച്ചാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന കുറച്ചുപേർ കാണുമായിരിക്കും. അല്ലെങ്കിൽ അവൻ ഒരു കാലത്ത് രക്ഷപ്പെടലേ എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരും കാണുമായിരിക്കും. പക്ഷേ മേ ബി കല്യാണം കഴിച്ചാൽ കല്യാണം കഴിക്കത്തില്ല, അങ്ങനെയാണെങ്കിൽ പോലും ആ ലൈഫ് ഒരിക്കലും സ്റ്റേബിളായിട്ട് പോകത്തില്ല. അത് കാണിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അത് കർമ്മപരമായിട്ടുള്ള റിലേഷൻഷിപ്പാണ്, അത് ഒരിക്കലും നീണ്ടു നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ല. ഓക്കെ, നിങ്ങളുടെ പേഴ്സണിൻ്റെ ഒരു തേർഡ് പാർട്ടി ആ ഒരു ആളെ സംബന്ധിച്ച് നിങ്ങളിൽ നിന്ന് അകറ്റാൻ വേണ്ടിയിട്ട് പഠിച്ച പടി 18 നോക്കിയായിരുന്നു. ഓക്കെ, അതെല്ലാം നോക്കി അതിന് എൻഡ് വരെ എത്തി അവരുടെ മാക്സിമം ട്രൈ ചെയ്താണ് നിങ്ങളെ തമ്മിൽ അകറ്റിയിട്ടുള്ളത്. അത് നിങ്ങൾക്കും അറിയാമെന്നുള്ള കാര്യമാണ്. പക്ഷേ തേർഡ് പാർട്ടി അല്ല, സോറി, നിങ്ങളുടെ പേഴ്സൺ അത് മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. അവരിപ്പോൾ ടോട്ടലി ഒന്നും മനസ്സിലാക്കിയിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞ ഒരു 2 to 3 മന്ത്സിൻ്റെ അകത്ത് നിങ്ങളുടെ പേഴ്സൺ എല്ലാം മനസ്സിലാക്കി തുടങ്ങുന്നതാണ്, നിങ്ങളുടെ അടുത്തേക്ക് ഒരു കമ്മ്യൂണിക്കേഷനായിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഏഞ്ചൽ മെസ്സേജ് നോക്കാം. ഒരുപാട് കാഴ്ച ഫ്ലിപ്പാവുന്നുണ്ട്, എല്ലാം എടുക്കാൻ പറ്റത്തില്ല. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു സെൽഫ് ലവ്, സെൽഫ് ജേർണിക്കുള്ള ടൈം ആയിട്ടുണ്ട്. ഈ ഒരു പേഴ്സണെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെ നിൽക്കരുത് എന്ന് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോവുക, അവിടെ കിട്ടാനുള്ള അവർക്കുള്ള കർമ്മം അവർക്ക് കിട്ടുമെന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് എന്ത് ഡിസിഷനാണ് നിങ്ങളുടെ ലൈഫിൽ എടുക്കാൻ തോന്നുന്നത്, നിങ്ങൾക്ക് ഒരു പേഴ്സൺ തിരിച്ചു പോകാൻ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, എനിക്ക് വേണ്ടാന്ന് തോന്നിയെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറയാം. ഓക്കെ, അതല്ല നേരെ മറിച്ച് നിങ്ങൾക്ക് ഇത് വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, അത്ര സ്റ്റേബിളാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്കത് മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ, ഇതിൽ കാണുന്ന കുറേ പേർക്ക് ഒരു 1 ഇയറിനകത്ത് ഭയങ്കര ഓപ്പർച്യൂണിറ്റി വരുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. താങ്ക്